പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരുപാട് ഇപ്പൊ വലിയ വലിയ അച്ഛൻ ക്യാരക്ടർ കുറെ ചെയ്തു. അപ്പൊ അവര് ഇപ്പൊ മോഹൻലാലാണെങ്കിലും അങ്ങനെ ഒരുപാട് വലിയ ആക്ടേഴ്സിനൊക്കെ ഇപ്പൊ അഭിനയിച്ച ഒരാളാണ്. അപ്പൊ ഇപ്പൊ അച്ഛൻ ക്യാരക്ടറും ചെയ്തപ്പോ ഭയങ്കര എന്തെങ്കിലും ഡിഫറൻസ് തോന്നിയോ? അല്ല, എനിക്ക് ഇപ്പൊ ഉണ്ണിമുന്തന്റെ ബാപ്പയായിട്ട് വരെ അഭിനയിച്ചില്ലേ. അപ്പം അത് എനിക്കൊരു പിന്നെ ഒരു കാര്യമുണ്ട്, ഈ പടത്തിന്റെ വിജയമാണ് എല്ലാത്തിൻ്റെയും മാനദണ്ഡം. നമ്മൾ ചെയ്യുന്ന വേഷം വലുതാവട്ടെ ചെറുതാവട്ടെ അത് ജനങ്ങളിലേക്ക് എത്തുക എന്ന് പറയുന്നത് പടത്തിൻ്റെ വിജയമാണ്. വിജയിച്ചില്ലെങ്കിൽ നമ്മൾ ചെയ്ത് നായകനാവട്ടെ നായികയാവട്ടെ അതാരും കാണുന്നില്ല. പടം വിജയിക്കണം. പടത്തിൻ്റെ വിജയമാണ് അതിൻ്റെ എന്താ പറയുക ഡെപ്ത് നമുക്ക് കൂടുതൽ എത്തിക്കുക. പിന്നെ ചേട്ടനെ വെച്ച് നോക്കുമ്പോ ആക്ടർ മാത്രല്ല ഒരു കൃഷിക്കാരനാണ്. ഇപ്പത്തെ ഒരു കാലത്ത് ഒരു കൃഷി ഇങ്ങനെ എന്താ പറയാ നിലനിർത്തുന്ന ഒരാളെന്ന നിലയിൽ എന്താ പറയാനുള്ളത്? അറിയാമല്ലോ, കാരണം സിനിമാ ഫീൽഡ് എന്ന് പറയുന്നതിനകത്തൊരു എന്താ പറയുക വളരെ എന്താ പറയുക എല്ലാവരും വളരെ എന്താ പറയുക ക്യാരവാനും എ സിയിലും ഒക്കെ ഇരിക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ അവിടെ നിന്ന് ഈ പറഞ്ഞ വെയിലും മഴയൊക്കെ കൊണ്ട് ചെളിക്കകത്തൊക്കെ ഇറങ്ങി ചെയ്യുന്ന ഒരു പണിയിലേക്ക് പോകുക എന്ന് പറയുന്ന രണ്ടും വൈരുദ്ധ്യമായ ഒരു മേഖലയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ എന്താ പറയുക ഒരു ഹൈഫൈ സ്റ്റൈലിൽ പോകുന്നതും ഏറ്റവും ഡൗൺ ബർത്തായിട്ടുള്ളതുമായ ഒരു വ്യത്യാസത്തിലേക്കുള്ള ഒരു മാറ്റം രണ്ടും കൂടെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഒരു ഭാഗ്യം. കാരണം നമ്മുടെ ഇപ്പത്തെ കാലത്ത് അങ്ങനെ കൃഷിക്കാരെന്ന് പറഞ്ഞ ആൾക്കാര് ഇല്ലാണ്ടാവുന്ന ഒരു യൂത്ത് ഒട്ടുമില്ല. പഴയ ആൾക്കാരേ ഉള്ളൂ ഇപ്പോൾ ഉള്ളതിൽ കുറച്ചത്, അത് തന്നെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിന് വേണ്ട സഹായങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ മറ്റുള്ള ഭാഗങ്ങളിൽ നിന്ന് കിട്ടാത്തതുകൊണ്ടാണ് കഴിഞ്ഞ ഇതിലെ ഇഷ്യൂ ഒക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്തത്. കാരണം ഇതുകൊണ്ടൊന്നും ഒരു വലിയ പ്രോഫിറ്റ് ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ വലിയ പ്രോഫിറ്റ് കിട്ടാത്തൊരു മേഖലയിൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അതിന് കിട്ടേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് കിട്ടണ്ടേ. അപ്പം അതും കിട്ടാതെ വന്നാൽ അത് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇപ്പം നമുക്ക് നേരിട്ട് മനസ്സിലാവില്ല ആ ഒരു ആൾക്കാരുടെ അവസ്ഥ എന്താണ്. പക്ഷെ സിനിമയിലൂടെ ആണെങ്കിലും കൃഷിക്കാരുടെ കുറെ പ്രശ്നങ്ങളും അവരുടെ ആത്മഹത്യകളും കാണിക്കുന്ന ഒരുപാട് സിനിമകളുണ്ട്. ശരിക്കും റിയൽ ലൈഫിൽ അവരുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ സെയിം ഒരു ദുരിതമാണോ? ഒരു 90% അങ്ങനെ തന്നെ ദുരിതം തന്നെയാണ്. കാരണം ഒരിക്കലും ഞാൻ പറഞ്ഞില്ലേ വളരെ ഡൗൺ ബർത്തായിട്ടുള്ള ഈ പറഞ്ഞ പഴയകാല ആൾക്കാരാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ കുറച്ച് പേരേ ഉള്ളൂ കുറച്ച് വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ബാക്കിയെല്ലാം പഴയ ആൾക്കാരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചോളം അവർക്ക് ചിലപ്പോൾ ഈ പറഞ്ഞ ഒരു ബാങ്ക് ലോണാണ് ഈ പൈസ ആയിട്ട് തരുന്നെന്ന് പോലും തിരിച്ചറിയാൻ നമ്മളെപ്പോലെ ഒരാൾ പറഞ്ഞപ്പോൾ തിരിച്ചറിയുന്ന ആൾക്കാരാണ്. ബാങ്കിൽ ചെന്ന് പൈസ തരുമ്പോൾ ആ പൈസ കിട്ടുന്നത് അവർ പറയുന്നിടത്ത് ഒപ്പിട്ട് കൊടുക്കുന്നു. അത് ലോൺ നമ്മൾ കൊടുത്ത ഉൽപ്പന്നം, ആ ഉൽപ്പന്നത്തിൻ്റെ വില തരുന്നത് ലോണായിട്ടാണ് തരുന്നതെന്ന് പോലും അറിയാത്ത ആൾക്കാർ. അപ്പോൾ അങ്ങനെയുള്ളവരെ അവരെ എന്താ പറയുക അവരൊക്കെ പാവങ്ങളെ കളിപ്പിക്കുന്നു എന്നുള്ള ഒരു ഇതിലാണ് നമ്മളതിനകത്ത് റിയാക്ട് ചെയ്തത്. അത് ശരിയല്ല എന്നുള്ള ഒരു റിയൽ ഫാക്ടർ നമ്മൾ തുറന്നു പറഞ്ഞത്. ഇപ്പോൾ പിന്നെ നമ്മൾ സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഓഡിയൻസിന് ഭയങ്കരമായിട്ട് ഡിഫറൻസ് വന്നിട്ടുണ്ട്. അതെ, ഇപ്പോൾ ചേട്ടനാണെങ്കിലും പല കാലത്തെ ഓഡിയൻസിനെ അറിയാം. ഇപ്പത്തെ ഓഡിയൻസിനെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അവര് കാണാൻ ആഗ്രഹിക്കുന്ന സിനിമ ടൈപ്പ് ഏതായിരിക്കുന്നത്? ഒരു ഹൊറർ ആക്ഷൻ അങ്ങനത്തെ ഒരു മൂവിയാണ്. കാരണം പുതിയ തലമുറയ്ക്ക് ആ ഒരു ഇതാണ്. പിന്നെ ഫൺ അതൊക്കെ അവർ ചെയ്യുന്നുണ്ട്. കാരണം ഒന്നാമത്തെ കാര്യം പണ്ടെന്ന് പറയാൻ ഒരു ഇൻ്റർനാഷണൽ മൂവി കാണണമെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൻ്റെ അവിടോ അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഒരു ഹോളിവുഡ് പടമൊക്കെ നമ്മളിവിടെ വന്ന് കാണണമെന്നുണ്ടെങ്കിൽ ചില വർഷങ്ങളെടുക്കുമായിരുന്നു. ഇപ്പോൾ അതല്ല, അതൊക്കെ വിതിൻ സെക്കൻഡ് നമ്മുടെ കൈവെള്ളയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ആരെയും കളിപ്പിക്കാൻ പറ്റിയല്ല. അവർക്ക് നമ്മളെക്കാൾ കൂടുതൽ ടെക്നോളജി വ്യൂവേഴ്സിനുണ്ട്. ടെക്നോളജിയെ പറ്റിയുള്ള ഗ്രാഹ്യം ഒരു സിനിമയിലെ ഒരു ടെക്നീഷ്യനേക്കാൾ കൂടുതൽ ഇത് ചിലപ്പം ആ കാണുന്ന ഓഡിയൻസിനുണ്ട്.